വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നല്ലോ. നമുക്കൊരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പുതിയ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ചുവടുവെക്കാം. വേദപുസ്തകത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മെ തളർത്തി എന്ന് തോന്നാം. എന്നാൽ ഉൾക്കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ പ്രശ്നം നമ്മളല്ല, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരെ കണ്ടും കേട്ടും ജീവിക്കുന്ന ആളുകൾക്ക് എന്നും ഒരു നന്മയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു പുതുവഴി തുറക്കുന്നതോ അവർക്ക് കാണുവാൻ കഴിയത്തില്ല. മറ്റുള്ളവർ കളിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ അപഹസിക്കുകയാണെന്നോ കുറ്റപ്പെടുത്തുകയാണെന്നോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ബലഹീനതകളിൽ അത് തൊടും. അത് നമ്മളെ വീണ്ടും മാനസികമായി, ശാരീരികമായി നമ്മളെ തളർത്തും, വൈകല്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് അവയെ തിരുത്താൻ കഴിഞ്ഞെന്ന് ചിലപ്പോൾ വരില്ല. എന്നാൽ ചിലതൊക്കെ നമ്മുടെ ശീലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ്. നമ്മൾ ബോൾഡായിട്ടൊരു തീരുമാനമെടുക്കുക: ഞാൻ അതിനെ അതിജീവിക്കും, എനിക്കതിനെ തിരുത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കളിയാക്കുകയും കരയിപ്പിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവരറിയാതെ തന്നെ വലിയൊരു ഉപകാരം നമുക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. നമ്മുടെ തെറ്റായ ശീലങ്ങളെയോ കുറവുകളെയോ വല്ലവരും പറഞ്ഞ് തിരുത്താതെ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയണം. പലപ്പോഴും നമുക്ക് അതിന് കഴിയാറില്ല. അങ്ങനെയുള്ള കുറവുകൾ, ശീലങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തിരുത്തുവാനുള്ള ഒരു അവസരം മറ്റുള്ളവരുടെ ഈ നിന്ദയും പഴിയും ദുഷിയും കുത്തുവാക്കുകളും അപമാനപ്പെടുത്തലും ഒക്കെ നമ്മളെ തിരുത്താൻ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്കൊന്ന് മാറ്റാൻ തയ്യാറായാൽ നമ്മെ അംഗീകരിക്കുവാനും നമുക്ക് തന്നെ മുൻപോട്ട് പോകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് നമുക്ക് നേരോടെ നിവർന്നു നിൽക്കുവാനും കഴിയും. അതുകൊണ്ട് നാം ഒന്നിലും നിരാശപ്പെടാതെ എല്ലാ പ്രതിസന്ധികളിലും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ പോലും അനുഗ്രഹം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിന് ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപയ്ക്കായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, വേദപുസ്തക വാക്യം ഞാൻ വായിച്ചില്ലേ? നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇത് എണ്ണേണ്ടത് നമ്മളാണ്. പ്രതിസന്ധികളെ കണ്ട്, മറ്റുള്ളവരെ കണ്ട്, മറ്റുള്ളവരെന്ത് പറയും, എന്ത് ചിന്തിക്കും,
അയ്യോ അവരങ്ങനെ ചിന്തിക്കുമോ ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ താഴ്ചയിലേക്ക് പോവുകയാണ്. മറിച്ച് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും എന്ന തീരുമാനത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകൃപയ്ക്കായിട്ട് ഇന്ന് പകലിൽ നമുക്ക് യാചിക്കാം. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. God bless you.